ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു റീസ്റ്റോക്ക് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക്ബെറി ക്രഷ് ഫാബ്രിക്കിലാണ്. ബ്ലാക്ക്ബെറി എപ്പോഴും എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അതിൻ്റെ തന്നെ ക്രഷ്ഡ് ഫോമിൽ വന്നിരിക്കുന്നത്. അതായത് ബ്ലാക്ക്ബെറിയുടെ അത്രയും സ്റ്റിഫ്നെസ് ഇല്ല, കുറച്ചും കൂടെ ഒരു ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. അതിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് എൻ്റെ യോക്കിൽ വന്നിരിക്കുന്നത്. ഇതേപോലെ വരും. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി. കളർ നല്ലൊരു ഗ്രീൻ്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. യോക്കിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സും റൗണ്ട് ഗോൾഡൻ ബീഡ്സും കൊണ്ടുള്ള ഒരു വർക്കാണ്. റൗണ്ട് നെക്കാണ് ചെയ്തേക്കുന്നത്. യോക്ക് പോർഷൻ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഹാൻഡ് വർക്ക് ഇതേപോലെ വരും. ഓവറോൾ ലുക്ക് ദുപ്പട്ടയിൽ വരുമ്പം ബീഡ്സ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഹെവി ആയിട്ട് ടാസിൽസ് ആണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലൈലാക്ക് പോലത്തെ ഷെയ്ഡോ അല്ലെങ്കിൽ നമ്മുടെ ഓർക്കിഡിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ നല്ലൊരു ഷെയ്ഡ് പാറ്റേൺ ആണ്. ഓൺ ഡിസൈൻ ടോപ്പിന്റെ ലെങ്ത് 2.6 മീറ്റർ ആണ്. 1140 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. നല്ലൊരു സെറ്റ് പാറ്റേൺ ആണ്. വിത്ത് എൻഡ്സിൽ നല്ല റിച്ച് ആയിട്ട് ഇതുപോലെ ടാസിൽസ് ആണ് ചെയ്തേക്കുക. അടുത്ത ഷെയ്ഡ് നമ്മുടെ ഒരു ബ്രിക്ക് ടോൺ എന്ന് പറയാം. അതിൽ അതിന്റെ ക്രഷ്ഡ് ഫോം നോക്കിയേ. ആ ബ്ലാക്ക്ബെറി അത്രയും സ്റ്റിഫ്നെസ് വരുന്നില്ല, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. അതിൽ ഫുൾ ഇങ്ങനെ ക്രഷ്ഡ് ബ്ലാക്ക്ബെറി ക്രഷ് ഫാബ്രിക്. ടോപ്പിൽ ഹാൻഡ് വർക്കും ഫോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ഒരു റയർ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. അതായത് ഒരു ടസ്റ്റി ബ്ലൂ ടോൺ ആണ്. ബ്ലൂവും ഗ്രീൻ്റെ ഒരു ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. അതിൻ്റെ ഒരു ഡസ്റ്റി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ഷെയ്ഡ്. വർക്ക് പാറ്റേൺ സെയിം. ഇത് നല്ല നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ക്രഷ്ഡ് ആണെങ്കിലും ഭയങ്കര ഫ്രഷായിട്ട് നിൽക്കുന്നതല്ല, ലൈറ്റ് ആയിട്ട് ഒരു ക്രഷ് ഫോമിലാണ് വന്നിരിക്കുന്നത്. ടോപ്പിന്റെ ലെങ്ത് 2.6 മീറ്ററും ദുപ്പട്ട 2.4 മീറ്ററുമാണ്. നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അതായത് ഇത്രയും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ക്രഷ്ഡ് ഫോം നിങ്ങൾക്ക് അറിയാം, എല്ലാ ഫാബ്രിക്കിലും ക്രഷ്ഡ് ഇറങ്ങുന്നുണ്ട്. അപ്പം ബ്ലാക്ക്ബെറി ഒരു പ്രീമിയം ഫാബ്രിക് ആണ്. അതിലെ ക്രഷ്ഡ് പാറ്റേൺ ആണ്. എന്നാലും ബഡ്ജറ്റ് റേഞ്ചിലാണ് ഇറക്കിയിരിക്കുന്നത്. 1140 ആണ് ഇതിന്റെ റേഞ്ച് വന്നിരിക്കുന്നത്. ഇത്രയും ലെങ്തും വിട്ടും ഒക്കെ. ദുപ്പട്ടയ്ക്കാണെങ്കിലും നല്ല വിട്ടും അതുപോലെ 2.4 മീറ്റർ ആണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു അമ്മയ്ക്കും കൊച്ചിനും കൂടെ ഒരു ചെറിയൊരു കൊമ്പോ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വരാൻ പറ്റും. ടോപ്പിൽ ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. ഇതിലെല്ലാത്തിലും ജസ്റ്റ് ഇനി കളർ ചേഞ്ച് നമ്മൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. റേറ്റ് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. നല്ലൊരു ഓണിയൻ ഷെയ്ഡ്. ഇതിൽ എല്ലാ കളർ ഷെയ്ഡ്സും നല്ലതാണ്. വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. നല്ല ഫാബ്രിക് ആണ്. ഭയങ്കര ഒത്തിരി ചൂടൊന്നും എടുക്കില്ല. സമ്മർ ടൈം ആണെങ്കിലും അത്രയും ബ്ലാക്ക്ബെറിയുടെ അത്രയും ചൂട് ഈ ഒരു ക്രഷ്ഡിന് വരുന്നില്ല. ഇച്ചിരി കൂടെ ലൈറ്റ് വെയിറ്റ് ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വന്നേക്കുക. പാറ്റേൺസ് സെയിം. കളർ ഷെയ്ഡ്സ് നോക്കിയാൽ മതി. യോക്കിലാണ് ഇത്രയും തിക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡ്സിൽ ടാസിൽസ് കൊടുത്തിരിക്കുന്നു. ബോട്ടോ ലൈനിങ്ങും ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടോ ലൈനിങ്ങും ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സെയിം കളർ. റേറ്റ് സെയിം 1140 ആണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഇടുക്കി ഡിസ്ട്രിക്ട് ഏരിയാസിലാണെങ്കിൽ ഓർഡർ ചെയ്താൽ കളക്ഷൻസ് വീട്ടിലെത്തിക്കുന്നതായിരിക്കും. പിന്നെ ഹോൾസെയിലായിട്ട് വേണം നിങ്ങൾക്ക് അങ്ങനെയും ഓർഡർ ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് അല്ല നോക്കുന്നത്, വേറെ സിൽക്ക് ബേസ്ഡ് ആണ് അല്ലെങ്കിൽ ജോർജറ്റോ വേറെ എന്ത് കോട്ടൺ ബേസ്ഡ് ആണ്, നമ്മൾ അതെല്ലാം ഓരോ ദിവസവും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം മിസ് ചെയ്യാതെ വീഡിയോസ് കാണുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്